ഓഫ്, ഇതിപ്പോ എന്ത് തണുപ്പാടി തങ്കമണി. അതെ ചേച്ചി, എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അല്ല, അമ്മയും ചിറ്റി എന്താ വരാത്തത്? സമയമില്ല നമുക്ക്. വാ വാ, എഴുന്നേക്ക്. നീ എന്താ മോളി പറയണത്? നമ്മളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. അമ്മേ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അവര് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും കാണാൻ പറ്റണ്ടേ? വേഗം വാ, എഴുന്നേറ്റേ. എന്റെ പൊന്നുമോളെ, നേരെ ഒന്ന് വെളുത്തു വരട്ടെ. ഞങ്ങൾ അതുവരെ റെസ്റ്റ് എടുക്കട്ടെ. അതൊന്നും പറ്റത്തില്ല, എനിക്ക് വേഗം സ്റ്റോറി ഇടാനുള്ളതാ. വന്നേ വന്നേ. വാടി, നമുക്ക് ഇറങ്ങാ. അല്ലെങ്കിൽ ആ പെണ്ണൊരു സമാധാനം തരൂല. അല്ല, നിങ്ങളെന്താ ഈ വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല. ഈ വെളുപ്പാൻ കാലത്ത് എന്തിനാണ് ഇങ്ങോട്ടൊക്കെ വന്നേക്കണത്? സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ കിടന്നാ പോരെ, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ദേവു, ഇങ്ങനൊരു പിക്ക് എടുത്തേ. ഒന്ന് പോയേ ചേച്ചി, എനിക്ക് പിക്ക് എടുക്കാനുള്ള ഒരു മൂടൊന്നുമില്ല. നീതു ചേച്ചി, ഞാൻ ഫോട്ടോ എടുത്താൽ മതിയാ? ഓ, ആരായാലും കുഴപ്പമില്ല. അല്ല, നീ എവിടേക്കാ ഈ പാത്രവും പിടിച്ചു പോണത്? അത് ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. അത് കാരണം ചേച്ചിക്കും ദേവുനും വേണ്ടി ഞാൻ കുറച്ച് സാലഡ് എടുക്കാൻ പോയതാ. ആ ശരിയടി, ഞാൻ കഴിച്ചോളാം. നീ എന്തായാലും വന്നതല്ലേ, എന്റെ 2-3 ഫോട്ടോ കൂടി എടുക്ക്. ശരി ചേച്ചി. അയ്യോ, ഇത് എന്ത് സാധനം? അത് ഞാനൊന്നുമില്ല. എടി, നീ പേടിക്കാണ്ട് കേറിയേ. അയ്യോ, ഞങ്ങളൊന്നുമില്ല ചേട്ടാ, ഞങ്ങൾക്ക് കണ്ടിട്ട് പേടിയാവണ്. മേഡം, സമയം കളയാണ്ട് കേറിയേ. വേറെ ആൾക്കാരെ കയറ്റാനുള്ളതാ. എടി കേറിയടി. ഓഫ്, ഈ കുരുത്തം കെട്ട പിള്ളേർക്ക് പേടിയില്ലല്ലോ. പാട്ട് പാടിക്കൊണ്ടാണ് നടക്കണത്. ഒന്നും മിണ്ടാണ്ടിരിക്കും പിള്ളേരെ. ഓ, എന്ത് പാട്ടാണ് ഈ പാടുന്നത്? എന്റെ ദൈവമേ, ബാലൻസ് പോണേ. അയ്യോ, ഞങ്ങളിതാ വീഴാൻ പോണേ. പറഞ്ഞാലും വിശ്വസിക്കൂല. താനൊന്ന് പോടോ, ഞങ്ങള് വീഴാനാ പോണത്. അയ്യോ, ഈ ലേഡീസ് എന്തായി കാണിക്കുന്നത്? അയ്യോ, ഇതെന്താ നമ്മള് വീഴാൻ പോവാ? ചേട്ടാ, പിടിച്ചു ചേട്ടാ. എടാ, പിടിച്ചോടാ. കൺട്രി ഫെലോസ്, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നാട് വിട്ട് ഇറങ്ങിക്കോളും. അയ്യോ എന്റെ പൊന്നോ, അറിയാണ്ട് പറ്റിപ്പോയതാ ചേട്ടാ, ക്ഷമിച്ചേക്ക്. അവനോട് എന്തിനാടി നീ ക്ഷമ ചോദിക്കണത്? അവൻ മര്യാദക്ക് ഓടിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വീഴുമായിരുന്നാ? ആ, അത് ശരിയാണല്ലോ. അന്നാ ക്ഷമ പിൻവലിച്ചേക്കണ സഹോദര. പോടാ.